ഹലോ ഗൈസ്, വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജയാൻഡസ്. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ന് ഞങ്ങൾ ബ്രൈറ്റണിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഒട്ടും ലാഗ് അടിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ചേട്ടായിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ചേട്ടായും ചേച്ചിയും പിള്ളേരും ഈ പ്രാവശ്യം നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യം ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. 1 hour ദൂരമുണ്ട് വർത്തിങ് ടു ബ്രൈറ്റൺ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. 700 എന്നുള്ളൊരു ബസ്സാണ് ബ്രൈറ്റണിലോട്ട് പോകുന്നത്. വർത്തിങ് നിന്ന് ബ്രൈറ്റണിലോട്ട് പോകുന്ന വഴി കാണാൻ നല്ല രസമുണ്ട്. ഷോറംബൈസി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അടിപൊളിയാണ് ആ ഒരു സ്ഥലം കാണാനായിട്ട്. അങ്ങനെ ഒടുവില്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ബ്രൈറ്റണിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേർക്കും നല്ല രീതിയിൽ ദാഹിക്കാൻ തുടങ്ങി. അങ്ങനെ നേരെ കണ്ടത് ചായവാലയാണ്. ചായവാല ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചായവാല കയറുന്നത്. സത്യം പറയാലോ, കയറി കഴിഞ്ഞപ്പോഴത്തുള്ള ആംബിയൻസ് നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും നാട്ടിൽ വന്നൊരു രീതിയിലുള്ളൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ചു ചായയാണ് മേടിച്ചത്, ഞാൻ കോഫിയാണ് മേടിച്ചത്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു നല്ലൊരു കോഫി കുടിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു പോസിറ്റീവ് രീതിയിലാണ് ബ്രൈറ്റൺ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അച്ചു പിന്നെ അവിടുന്ന് സമോസ മേടിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം പോകാനായിട്ട് പോകുന്നത് I360 ഈ പ്രാവശ്യം ഞങ്ങൾ I360 ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം ബ്രൈറ്റൺ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തപ്പം ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്യാതാണ് ബ്രൈറ്റണിലോട്ട് പോയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെ വലുതായിട്ട് ടിക്കറ്റൊന്നും എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. ആകെ ഒറ്റൊരു ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ, അത് അപ്സൈഡ് ഡൗൺ ഹൗസിൻ്റെയാണ്. അങ്ങനെ നടന്ന് I360 എത്തി. ഞങ്ങൾ അവിടെ എത്തിയും അത് എടുക്കുകയും കൂടെ ആയിരുന്നു. കാണാൻ നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിനകത്ത് കുറേ സ്പേസസ് ഉണ്ടായിരുന്നു, സോഫ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ കുറച്ച് കുറവായിരുന്നു. എന്തായാലും കാണാൻ നല്ല അടിപൊളി രസമുണ്ടായിരുന്നു. ഒരു മഴയുടെ അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഭാഗ്യത്തിന് മഴ പെയ്തില്ല. മഴ പെയ്തായിരുന്നെങ്കിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ മൊത്തത്തിൽ ഫ്ലോപ്പായേനെ. ഞങ്ങൾ ബ്രൈറ്റണിൽ ഒരു 10:30 ആയപ്പോഴാണ് എത്തിയത്. 12 മണിക്കായിരുന്നു ഞങ്ങൾക്ക് അപ്സൈഡ് ഡൗൺ ഹൗസിൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നത്. 12 to 1:30 ആയിരുന്നു ടൈം സ്ലോട്ട്. അപ്പോൾ അതുവരെ അതിലും ഇതിലേയും ചുമ്മാ ഒന്ന് കറങ്ങി നടക്കാമെന്നൊക്കെ വെച്ചു. I360 തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് പില്ലേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് വന്നാൽ പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ റീലൊന്ന് ചെയ്താലൊന്ന്. പക്ഷേ നല്ല രീതിയിൽ ഫ്ലോപ്പായി ഗൈസ്. ഒത്തിരി ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓർത്തുനിന്ന് പിന്നെ ബീച്ച് സൈഡിലുള്ള ആ ഒരു കുറേ ഷോപ്സിൽ കയറാമെന്നുള്ളത്. അങ്ങനെ 2-3 ഷോപ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഒരു ഐസ്ക്രീം കട കണ്ടത്. അവിടെ കണ്ടപ്പോഴത്തേക്കും ഒന്ന് നിന്നു. പക്ഷേ ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല കേട്ടോ, കാരണം രണ്ടുപേർക്കും തൊണ്ട വയ്യായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ പോയത് ഒരു കടയിലോട്ടാണ്. കുറച്ച് മാഗ്നറ്റ്സും സുവനിയേഴ്സ് ടൈപ്പുള്ള സാധനങ്ങളൊക്കെ ആ ഒരു കടയിൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ബീച്ച് സൈഡിൽ നിന്നുള്ള കടയിൽ നിന്ന് മേടിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വിലയുണ്ട്. മാഗ്നറ്റ്സ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ ടൗൺ സെൻറ്ററിൽ നിന്നൊക്കെ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല. 1 പൗണ്ടിൻ്റെ ഒക്കെ ഒരു കുറവേ കാണത്തുള്ളൂ. ഞാൻ അബദ്ധത്തിൽ ഇവിടുന്ന് ഒരു മാഗ്നറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറൈറ്റി മാഗ്നറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് വേണ്ട ഒരു ബ്രൈറ്റൺ എന്ന് എഴുതിയുള്ള ഒരു മാഗ്നറ്റ് ആയിരുന്നു, അത് മാത്രം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബ്രൈറ്റൺ ബീച്ച് സൈഡിലുള്ള ഷോപ്സിൽ കോമൺ ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യമായിരുന്നു ആങ്ക്ലെറ്റ്സും ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സും. എന്തുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് വരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. എനിക്ക് മേടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മേടിച്ചില്ല. എനിക്ക് പണ്ട് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു മെമ്മറി ഓർമ്മ വന്നു. അങ്ങനെ കുറച്ച് വെറൈറ്റീസൊക്കെ അതിൽ ഞാൻ നോക്കി. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഓർത്ത് തന്നാൽ പിന്നെ അപ്സൈഡ് ഹൗസിൻ്റെ അങ്ങോട്ട് നടക്കാമെന്നുള്ളത്. അങ്ങനെ ദൂരെ നിന്ന് ഞങ്ങളത് കണ്ടു. ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയത് അപ്സൈഡ് ഡൗൺ ഹൗസിലോട്ട് കയറാനായിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ കയറാനായിട്ട് ഇനിയും ഒരു അരമണിക്കൂറും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലുള്ള ഷോപ്സ് കറങ്ങാമെന്ന് വെച്ചു. കുഞ്ഞ് ക്യൂട്ട് ടോയ്സും സൺഷെയ്ഡ്സ് ഒക്കെ കണ്ടപ്പോൾ ഞാനവിടെ നിന്നു. അതിലൊരു സൺഷെയ്ഡ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ മേടിച്ചില്ലായിരുന്നു. എനിക്ക് ആ ഒരു ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ മുഖത്ത് ചേരത്തില്ല എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. അപ്പോഴത്തേക്കും നമുക്ക് കയറാനായിട്ടുള്ള ടൈമായി. കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തല ഇറങ്ങുന്നൊക്കെ തോന്നി. വീട് മൊത്തത്തിൽ ടോപ്സി ടേർവി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടും ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടും ആയിരിക്കണം ഒരു തലകറക്കം പോലെ തോന്നിയത്. എനിക്ക് മാത്രമല്ലായിരുന്നു, അച്ചുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു 15 to 20 മിനിറ്റ്സ് മാത്രമേ നിന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. കാരണം ഇനി അധികം നിന്ന് കഴിഞ്ഞാൽ സീനാവും. കുറച്ച് നേരം ബീച്ച് സൈഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് ടൗൺ സെൻറ്ററിലോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ടൗൺ സെൻറ്ററിൽ പ്രൈമാർക്കും മാഗ്നറ്റ് ഷോപ്പും തപ്പിയാണ് ഇറങ്ങിയത്. അവിടെ നേരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാഗ്നറ്റ് ഷോപ്പും കണ്ടില്ല, പ്രൈമാർക്കും കണ്ടില്ല. ചേർച്ചിൽ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മോൾ കണ്ടു. അവിടെ ഞങ്ങൾ കയറി. അവിടെ കയറി കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ മെഡോ ഹാളിൻ്റെ ഒരു സെയിം ഫീലായിരുന്നു. ഇതിനകത്ത് ബ്രൈറ്റൺ എന്ന് എഴുതിയൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു അമ്മ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഓർത്തുന്നത് പിന്നെ എപ്പോഴേലും പോയി എടുക്കാമെന്നുള്ളത്. പക്ഷെ പിന്നെ ഞങ്ങൾ പോയി എടുത്തിട്ടൊന്നുമില്ലായിരുന്നു.
എന്നിട്ട് അവിടെ നടന്ന് വന്നപ്പോഴത്തേക്കാണ് കിക്കോ എന്ന് പറഞ്ഞൊരു കട കണ്ടത്. അവിടെ ഞാൻ കയറി. എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഞാനൊരു ഷെയ്ഡ് തപ്പി തപ്പി നടക്കായിരുന്നു. ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് എനിക്ക് ആ ഷെയ്ഡ് കിട്ടി. അതും കൂടെ ഒരു മസ്കാരയും കൂടെ ഞാൻ മേടിച്ചു. മേക്കപ്പിൻ്റെ വലിയ ആളല്ലെങ്കിലും ഐബ്രോസും ലിപ്സിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൺസേൺഡ് ആണ്. എനിക്ക് ആ ഒരു കാര്യം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആവണമെന്നുണ്ട്. അങ്ങനെ കിക്കോന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കാനൊക്കെ തുടങ്ങി. ആദ്യം ഫുഡ് കോർട്ടറിൽ കയറി ഫുഡ് കഴിക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. പക്ഷേ ഫുഡ് കോർട്ടറിൽ നമ്മൾ കയറിയില്ല. കാരണം അതുപോലെ തിരക്കുണ്ടായിരുന്നു. നമുക്ക് സീറ്റ് പോലും കിട്ടാത്തൊരവസ്ഥയിലായിപ്പോയി. പിന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മിനിസോടെ ഒരു കട കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റ്മെൻറ്റ് കൂടി. കാരണം ഞാൻ UK വന്ന ശേഷം ആദ്യമായിട്ടാണ് മിനിസോടെ ഒരു കട കാണുന്നത്. നാട്ടിലാണെങ്കിൽ പോലും ഞാൻ മിനിസോടെ ഒരു കട കയറിയിട്ടില്ലായിരുന്നു. ഞാനിങ്ങനെ പിള്ളേരൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു മിനിസോ നല്ല രസമുണ്ട് കാണാനെന്നൊക്കെ. അവിടെ ഇതിലേതിലെ നടന്നപ്പോൾ എനിക്ക് പ്ലഷ് ടോയ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നേരം അതിനെങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു നെയിൽ പോളിഷ് മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോയത് വെൻഡീസ് എന്ന് പറഞ്ഞൊരു കടയിലോട്ടാണ്. ഒരു ചെറിയ രീതിയിൽ ലഞ്ച് കഴിക്കാമെന്ന് വെച്ചു. 2 ചോക്ലേറ്റ് ഫ്രോസ്റ്റ് വിത്ത് ചിക്കൻ ബർഗർ ആയിരുന്നു മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വെൻഡീസ് കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്കറിയാമായിരുന്നു ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങിയിട്ട് 700ൻ്റെ ബസ് പിടിച്ചിട്ട് വേർത്തിങ്ങിലോട്ട് വരാമെന്ന് വെച്ചു. ഇനിയിപ്പം വേർത്തിങ്ങിലോട്ട് പോവാണ്. ഇനി നാളെ തിരിച്ച് ഷെഫീൽഡിലോട്ട് പോകണം. അങ്ങനെ ഇന്നത്തെ ബ്രൈറ്റൺ വ്ളോഗ് ഞങ്ങൾ എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ ടിൽ ദെൻ വീൽ മീറ്റ്. ടാറ്റാ.